ഇപ്പം സമസ്തയുടെ 100-ാം വാർഷിക സമ്മേളനം വലിയൊരു ഭാഗ്യമാണ് നമുക്കൊക്കെ. കാരണം സമസ്ത മുല്ലക്കോയ തങ്ങളുടെ കാലത്ത് നമ്മളില്ല, പക്ഷേ അത് സ്ഥാപിച്ച സ്ഥാപക 100-ാം വാർഷികത്തിൽ നമ്മളെല്ലാവരും ഉണ്ട്. സമസ്തക്കാരായിരിക്കുക എന്നതിൻ്റെ ഒരു അഭിമാനം, ഒരു അന്തസ്സ്, അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ആത്മീയമായിട്ടോ അല്ലെങ്കിൽ ആത്മമായിട്ടോ നമുക്ക് കിട്ടുന്നൊരു നിർവൃതി. ഉസ്താദ് എങ്ങനെയാണ് ഉസ്താദിനെ കേൾക്കുന്ന ആളുകളോട് അല്ലെങ്കിൽ ഈ ഒരു സംഭാഷണം കേൾക്കുന്ന ആളുകളോട് സമസ്ത എന്താണ് എന്ന് ഉസ്താദിനോട് ചോദിച്ചാൽ എന്താണ്? സമസ്തകളുടെ ജമഅത്തുൽ ഉലമ എന്നുള്ളത് നമ്മൾ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. നമ്മുടെ ഈമാൻ്റെ കാവൽ ഭടന്മാരാണ് അവരാ ദൗത്യം പഴയ കാലത്ത് നിർവഹിച്ചു. മഹത്തുക്കളായ ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ ആ ദൗത്യം അവർ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആലിമീങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആലിമീങ്ങൾ ആ ദൗത്യം നിർവഹിക്കുന്നു. ഇവരുടെ മരണശേഷം ഇവരുടെ തലമുറകളിലേക്ക് അത് കൈമാറ്റം ചെയ്യും, പിൻഗാമികളിലേക്ക് കൈമാറ്റം ചെയ്യും. അത് ഹത്തൽ ഖിയാമ വരെ മഹത്തുക്കളായ ആലിമീങ്ങളിലേക്ക് ആ ദൗത്യം കൈമാറ്റം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അവരനുസരിക്കുക, അവരെ പിൻപറ്റുക, അവരെ തുടരുക എന്നുള്ളത് ഒരു മുഅ്മിനിൻ്റെ ബാധ്യതയാണ്. കാരണം അവൻ്റെ ഈമാൻ സംരക്ഷിക്കുക മഹത്തുക്കളായ ഈ ആലിമീങ്ങളാണ്. ഈ ആലിമീങ്ങൾ സംരക്ഷിച്ചാൽ നമ്മുടെ ഈമാൻ ഒരു കോട്ടം വരില്ല. അതാണ് ആളുകൾ മുഴുവനും സമസ്തകളുടെ ജമഅത്തുൽ ഉലമ മഹത്തായ മഹാന്മാരായ പണ്ഡിതന്മാരിലേക്ക് ചേർന്ന് നിൽക്കുന്നത്. ഓരം ചേർന്ന് നിൽക്കാന്നറിയില്ല, ഓരം ചേർന്ന് നിൽക്കുന്നത് ഈമാനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമാണ്. വേറൊന്നുമില്ല, ഇതിലൊരു കാര്യലാഭമില്ലല്ലോ.